ത്രിയേക ദൈവത്തിന് സ്തുതി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ്. ഒലിവ് മലയിൽ ഇരിക്കുന്ന നേരമാണ്. ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്കൽ വന്ന് മഹത്വ പ്രത്യക്ഷതയെപ്പറ്റി ചോദിച്ചതിന് യേശു കർത്താവ് പറയുന്ന മറുപടികൾ ഉപമകളുടെ അകമ്പടിയോടുകൂടിയാണ്. അവയിൽ അവസാനത്തേതും ആർക്കും മനസ്സിലാക്കാൻ പെട്ടെന്ന് കഴിയുന്ന ചെമ്മരിയാട് കോലാട് ഉപമയെ രേഖപ്പെടുത്തിയിരിക്കുന്ന മനോഹരമായ വേദഭാഗമാണ് ഇത്. മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ തൻ്റെ ഇടത്തും നിർത്തും. വാക്യം 31, 32, 33. സകലരെയും ഒന്നായി കാണാൻ പ്രേരിപ്പിക്കുന്ന വരികളാണ് ഇവ. സകല മനുഷ്യരെയും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ കൂട്ടിവരുത്തുന്ന ആ ദിനത്തെ ഓർക്കുവാൻ ഇടയാകുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ് എന്ന് ചിന്തിക്കുകയാണ്. കർത്താവിൻ്റെ കാഴ്ചയിലോ കാഴ്ചപ്പാടിലോ ഒരു വേർതിരിവും ഒരു വ്യത്യസ്തതയും കണ്ടെടുക്കുവാൻ കഴിയില്ല. കർത്താവ് ഈ ലോകത്തിൽ വന്നപ്പോൾ കുഷ്ഠരോഗിയെയും രക്തസ്രാവക്കാരി സ്ത്രീയെയും തളർവാദ രോഗിയെയും എല്ലാം ഒരുപോലെ കണ്ടിരുന്നു. അക്കരയിലെ ശ്മശാനത്തിൽ ചങ്ങല കൊണ്ട് പൂട്ടിയിട്ടിരുന്നവനെയും കർത്താവ് കരുതി. കർത്താവിൻ്റെ വരവിൻ്റെ പ്രഥമ ലക്ഷ്യം തന്നെ എല്ലാവരെയും ഒന്നായി കാണുവാനുള്ള മാതൃക അവതരിപ്പിക്കുകയായിരുന്നു. ഇനി രണ്ടാമത്തെ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയുടെ നേരത്തും ചിലരെ മാത്രം മുമ്പിൽ കൂട്ടിവരുത്തുകയല്ല, പിന്നെയോ സകലരെയും മുമ്പിൽ വരുത്തുന്ന ആ വിധിനാളിനെ പറ്റിയാണ് ഈ വേദഭാഗം വായനക്കാരെ ഓർമ്മിപ്പിക്കുന്നത്. എന്ന് വച്ചാൽ സകലരെയും ഒന്നായി കാണാൻ കഴിയുന്ന കാഴ്ചയും കാഴ്ചപ്പാടും കർത്താവ് എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതാണ് ഈ വരികൾ തരുന്ന പ്രഥമമായ പാഠം. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്നു കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു. വാക്യം 37. ചെയ്തതൊന്നും ഓർമ്മ വെക്കാത്തവരും അതിൻ്റെ ഒന്നും കണക്ക് സൂക്ഷിക്കാത്തവരുമായവരെ വലത്തേക്ക് സൂക്ഷിക്കുന്ന കർത്താവിനെ ഈ വരികളിൽ കാണാം. ഭക്ഷിക്കാൻ കൊടുത്തതും കുടിക്കാൻ കൊടുത്തതും ഉടുപ്പ് കൊടുത്തതും സന്ദർശനം നടത്തിയതും ഒന്നും ഓർമ്മയില്ലാത്തവരും ഓർമ്മ വെക്കാത്തവരും ആയവരെ നീതിമാന്മാരുടെ ഗണത്തിലേക്ക് ഉയർത്തുന്ന രംഗത്തിൻ്റെ ഭംഗി ഈ വരികളിൽ ഉണ്ട്. അല്ലെങ്കിലും യേശു കർത്താവ് എപ്പോഴും അങ്ങനെയാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്തതിന് ശേഷം ഇത് മതി, അത്രയും ചെയ്തല്ലോ എന്ന് കരുതി അടങ്ങിയിരിക്കുവാൻ ശ്രമിച്ചിട്ടേയില്ല. ചെയ്ത പ്രവർത്തികളുടെ കണക്കുകൾ പുസ്തകത്തിലൊന്നും സൂക്ഷിച്ച് വെച്ചിട്ടുമില്ല. പിന്നെയും അടുത്തത് ചെയ്യുവാൻ അലയുന്ന കർത്താവ് നമ്മയും പ്രേരിപ്പിക്കുന്നത് നന്മകൾ ചെയ്യുവാൻ വേണ്ടി മരണത്തോളം അലയണം എന്ന് തന്നെയാണ്. നന്മകൾ ചെയ്യുന്നതിൽ അലസത അരുത്. അതിനായി ഏതറ്റം വരെയും സഞ്ചരിക്കണം. ചിലത് ചെയ്തിട്ടോ ഒരു പ്രത്യേക പ്രായം വരെ ചെയ്തിട്ടോ ഇനി മതി എന്ന് വെക്കാനോ പാടുള്ളതല്ല. അല്ലെങ്കിൽ ചിലർക്ക് മാത്രമാകട്ടെ എന്നതും ശരിയല്ല. ആകുന്നിടത്തോളം ആർക്കും നന്മ ചെയ്ത് വീണ്ടും നല്ലത് ചെയ്ത് മുന്നോട്ട് ആയുവാൻ ഈ വേദഭാഗം നമ്മെ നിർബന്ധിക്കുന്നുണ്ട്. നന്മ ചെയ്യാൻ നമ്മൾ പിന്നോട്ടായാൽ ദരിദ്രരുടെ എണ്ണവും ഉടുപ്പില്ലാത്തവരുടെയും പാർപ്പിടമില്ലാത്തവരുടെയും പഠിക്കാൻ നിവൃത്തിയില്ലാത്തവരുടെയും ഒക്കെ എണ്ണം വർദ്ധിക്കുക തന്നെ ചെയ്യും. ഓരോരുത്തരും തങ്ങൾക്കാവുന്ന വിധത്തിൽ നന്മകൾ ചെയ്യുമ്പോഴാണ് ഈ ലോകം നന്മയുള്ളതായി തീരുക. എത്രയോ പേരാണ് ചെയ്തതൊന്നും പോരാ, ഇനിയും ചെയ്യുവാനായി
ഒരു മടുപ്പുമില്ലാതെ നന്മകൾ തുടരുന്നത്. നന്മകൾ നമുക്കും തുടരാം എന്നുള്ളതാണ് ഈ വേദഭാഗം തരുന്ന മറ്റൊരു പാഠം. ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളമെല്ലാം എനിക്കാകുന്നു ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരമരുളും. വാക്യം 45. ചെറിയവരിലെ ദൈവത്തെ കാണാനും ചെറിയ കാര്യങ്ങളിലും ദൈവമുണ്ടെന്നും തിരിച്ചറിയാൻ ഈ വാക്യം നിർബന്ധിക്കുന്നുണ്ട്. വലിയ കാര്യങ്ങളോട് മാത്രം ആഭിമുഖ്യം തോന്നുന്ന കാലത്താണ് നാം ജീവിക്കുന്നത് എന്ന് ചിലപ്പോഴെങ്കിലും തോന്നാറുണ്ട്. ചെറിയതിനോട് അത്ര താല്പര്യമില്ലാത്ത കാലം. ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നവരോടും ചെറിയ തുകകളിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നവരോടും വലിയ വർത്തമാനം പറയാൻ കഴിയാതെ ചെറിയ ചെറിയ വർത്തമാനം മാത്രം പറയുന്നവരോടും വലിയ വീടില്ല ചെറിയ ചെറിയ വീടുകളിൽ പാർക്കുന്നവരോടും ഒക്കെ ആഭിമുഖ്യം നന്നേ കുറയുന്ന കാലത്ത് കർത്താവ് നോക്കുന്നതും നോട്ടമിടുന്നതും ചെറിയവരോടും ചെറിയ കാര്യങ്ങളോടും നമ്മൾ ഇടപെടുന്ന രീതിയെയും ശൈലിയെയും തന്നെയാണ്. ചെറിയത് എന്ന് കരുതി ഒന്നിനെയും എഴുതി തള്ളരുത്. പിന്നെയോ ചെറിയതിൽ നിന്നാണ് വലുതാകാൻ കഴിയുന്നത് എന്ന ഓർമ്മപ്പെടുത്തൽ ആണ് ഈ വരികളുടെ സൗന്ദര്യം. ചുരുക്കത്തിൽ, ചെറിയവരെ കാര്യമായിട്ടെടുക്കുന്നവരെ ദൈവം വലിയവരായി പരിഗണിക്കും. അങ്ങനെ ദൈവം മുമ്പാകെ വന്ന് നിൽക്കേണ്ടി വരുമ്പോൾ ലജ്ജിക്കാതെയും തല കുനിക്കാതെയും നിൽക്കുവാൻ, ചെറിയവരെ ആവോളം പരിഗണിച്ച് ചെറിയ കാര്യങ്ങളോട് പക്ഷം ചേർന്ന് ജീവിതം തുടരാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.